ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു അഡ 24/7 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മുടെ RRB NTPCയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സെഷനാണ്. നമ്മുടെ റീസണിങ് ചെയ്യുന്ന സമയത്ത് റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് ഫാമിലി റിലേഷൻസ് അല്ലെങ്കിൽ നമുക്ക് രക്തബന്ധങ്ങൾ എന്ന് പറയാം. ഏകദേശം ഒരു ഇപ്പോൾ RRB NTPCയുടെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ചില ഷിഫ്റ്റുകളിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. ചിലതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ടും ചോദിച്ചിട്ടുണ്ട്, ചിലതിൽ 2 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റീസണിങ്ങിലെ ഏറ്റവും മേജർ ടോപ്പിക്കിൽ ഒന്നാണ് ബ്ലഡ് റിലേഷൻ അഥവാ രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ബ്ലഡ് റിലേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2019 വിളിച്ചിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് സാധാരണ 3 രീതിയിലുള്ള ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ബാങ്ക് എക്സാംസിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ഇതിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കോഡഡ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ പറയുന്ന 3ാമത്തെ ടൈപ്പായ കോഡഡ് ബ്ലഡ് റിലേഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ്, അതായത് കോഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ബ്ലഡ് റിലേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമുക്ക് ബ്ലഡ് റിലേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ടൈപ്പുകളിൽ ഒന്നാണ്. 3 ടൈപ്പുകളിൽ ആദ്യത്തത് കോൺവെർസേഷൻ ടൈപ്പ് ഉണ്ട്. കോൺവെർസേഷൻ ടൈപ്പ് വരുന്ന ബ്ലഡ് റിലേഷൻസ് ഉണ്ട്. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് ടൈപ്പ്. സ്റ്റാൻഡേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുഞ്ഞു കുഞ്ഞു പസിൽസ് ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളിലായിട്ട് നമുക്ക് തരുന്ന ഒരു നോർമൽ രീതിക്ക് തരുന്ന ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ്. 3ാമത്തെ ടൈപ്പാണ് കോഡഡ് ബ്ലഡ് റിലേഷൻ. ഓക്കെ, അങ്ങനെ 3 ടൈപ്പിലെ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്കിതെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. കോൺവെർസേഷൻ ടൈപ്പ് എന്ന് പറയുമ്പം നമ്മൾ 2 പേര് നിന്ന് കോൺവെർസേഷൻ ചെയ്യുക, അതായത് നമ്മുടെ സംസാര രൂപേണ വരുന്ന ആ ഒരു ബ്ലഡ് റിലേഷൻ. അതായത് ഒരാളെ നോക്കിയിട്ട് ഒരാൾ പറയുകയാണ് ഇന്നയാളുടെ അമ്മയുടെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ മകൻ്റെ കുട്ടിയാണ്. അങ്ങനെ വരുന്ന ഒരാളെ നോക്കിയിട്ട് ഒരാൾ ടോക്ക് ചെയ്യുന്ന ആ ഒരു ബ്ലഡ് റിലേഷനാണ് കോൺവെർസേഷൻ ടൈപ്പ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ടൈപ്പ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമുക്കൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 3-4 സെൻറ്റൻസുകളിൽ തരുന്നതായിരിക്കും സ്റ്റാൻഡേർഡ് ടൈപ്പ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നയാളുടെ മകനാണ്, അതായത് എ എന്ന് പറയുന്ന ആൾ ബിയുടെ മകനാണ്, ബി എന്ന് പറയുന്ന ഡിയുടെ ഭാര്യയാണ്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം തന്നെ തന്നേക്കും. ഒരു കുഞ്ഞ് പസിൽ രൂപത്തിലൊക്കെ നമുക്ക് ചോദിക്കാം. സ്റ്റാൻഡേർഡ് ടൈപ്പ് കുഞ്ഞ് പസിൽ രൂപത്തിലൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഈ സ്റ്റാൻഡേർഡ് ടൈപ്പ് തന്നെയാണ് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് പസിൽസ് വരുമ്പോഴും അതിനകത്ത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ടൈപ്പിലെ ബ്ലഡ് റിലേഷൻ വിത്ത് കമ്പൈൻ ചെയ്ത് സീറ്റിംഗ് ആൻഡ് പസിൽ റിലേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഒരു കുഞ്ഞ് പാരഗ്രാഫ് തന്നിട്ട് ചോദിക്കുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് ടൈപ്പ് എന്ന് പറയുന്ന ബ്ലഡ് റിലേഷൻ. ഇനി കോഡഡ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് സിമ്പിൾസ് തന്നേക്കും. ആ സിമ്പിൾസിന് ഇന്ന റിലേഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഒരു 2 ടൈപ്സോളം നമുക്ക് കോഡഡ് ബ്ലഡ് റിലേഷൻ ഉണ്ട്. ഒരു ഇക്വേഷൻ വെച്ച് റിലേഷൻ കണ്ടുപിടിക്കാനും റിലേഷൻ വെച്ച് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനുകളാണ് കോഡഡ് ബ്ലഡ് റിലേഷൻ. ഇത് എല്ലാം തന്നെ നമുക്ക് ഒന്നിനൊന്ന് മുഖ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്ക് ഇപ്പോൾ റെയിൽവേ എന്നല്ല നമുക്ക് ഏതൊരു പരീക്ഷ എടുത്തായിരുന്നാലും ഈ പറയുന്ന 3 ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്കതിനകത്ത് ചോദിക്കാറുണ്ട്. ഇനി നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ ചെയ്യാൻ പറ്റുന്ന 5 ടിപ്പുകൾ ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കെയർലെസ് ആയിട്ട് തന്നെ കളയുന്ന ഒരു 5 ടിപ്സ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തേത് ഐഡന്റിഫൈ ദ പീപ്പിൾ. അതായത് അതിനകത്ത് തന്നിരിക്കുന്ന ആൾക്കാരെ നല്ലപോലെ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരാൾ അടുത്ത് നിൽക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു ഫോട്ടോയിന് ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന ഫ്രണ്ടിനോട് അയാൾ പറയുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന, അതായത് ഇന്നയാളുടെ അതായത് ഹീ ഈസ് ദ മദർ ഓഫ്, ഇന്നയാളുടെ അമ്മയുടെ ഭർത്താവിൻ്റെ അനിയനാണ് എന്നുള്ള രീതിക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യനുകളിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്
എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. ഓക്കെ, പല തെറ്റുകൾ അതിൽ നമുക്ക് സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഐഡന്റിഫൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആരെ പറ്റിയാണോ നമ്മൾ പറയുന്നത് അത് കറക്റ്റായിട്ട് തന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് കളക്ട് ചെയ്യുക. ഓക്കെ, അവരുടെ റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ പല ആൻസറുകൾ നമുക്ക് അവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് വരുന്നത് വെച്ചാൽ ഡ്രോ എ ഫാമിലി ട്രീ. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു കോൺവെർസേഷൻ ടൈപ്പ് ആയിക്കോട്ടെ, ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോഡ് ആയിക്കോട്ടെ, ഒരിക്കലും വായിച്ച് നിങ്ങൾ ആൻസർ ചെയ്യരുത്, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് നിങ്ങൾ ആൻസർ ചെയ്യരുത്. ഒരു 90% മേലെ ആക്യുറസി വേണം, അല്ലെങ്കിൽ അത് തെറ്റുകൂടാതെ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫാമിലി ട്രീ വരച്ച് നോക്കുക. അത് ഈവൻ കോൺവെർസേഷൻ ടൈപ്പിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫാമിലി ട്രീ വരച്ച് നോക്കുക. ഇന്നയാളുടെ മകനെന്ന് പറയുമ്പോൾ ആ ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്കവിടെ തെറ്റാനുള്ള ചാൻസ് വളരെ കുറവായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി ട്രീ നിങ്ങളവിടെ വരയ്ക്കണം. ഇനി ഡോണ്ട് അസ്യൂം ജെൻഡർ. ഒരിക്കലും ക്വസ്റ്റ്യനിൽ തരാത്ത ജെൻഡേഴ്സ് അസ്യൂം ചെയ്യരുത്. ഇപ്പോൾ പറയാണ് എ ഈസ് സൺ ഓഫ് ബി. എ എന്ന് പറയുന്ന ആള് ബിയുടെ മകനാണ്. അപ്പോൾ എ മകനാണ്, ബിയുടെ മകനാണ്. അപ്പോൾ എയുടെ ജെൻഡർ നമുക്കറിയാം മെയിൽ ജെൻഡർ ആണ്. ബിയുടെ ജെൻഡർ നമുക്ക് തന്നിട്ടുണ്ടോ? ഈ ഒരു സെന്റൻസിൽ നമുക്ക് ബിയുടെ ജെൻഡർ തന്നിട്ടുണ്ടോ? അപ്പോൾ ബിയുടെ ജെൻഡർ നമുക്ക് അവിടെ ഇല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്താണ്, മെയിലായിട്ടോ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അവിടെ ഐദർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള രീതിക്ക് നമുക്ക് എടുക്കാവുള്ളൂ. രണ്ട് കണ്ടീഷൻസിൽ നമുക്ക് ആൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് അസ്യൂം ജെൻഡർ. നമുക്ക് തന്നിട്ടില്ലാത്ത ജെൻഡർ ഒരിക്കലും നിങ്ങൾ ജെൻഡർ ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഫുള്ളൊരു ട്രീ വരച്ചു, അതിലൊരാൾക്ക് ജെൻഡർ ഇല്ല, നമുക്ക് ജെൻഡർ തന്നിട്ടില്ല, വേണ്ട. അതിൻ്റെ ആൻസർ ചിലപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡേറ്റ ഇൻസഫിഷ്യൻറ്റ് ഡേറ്റ, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ ഒന്നുമില്ല, അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ്, അങ്ങനെ വരുന്ന ആൻസറുകളായിരിക്കും നമുക്ക് അതിനകത്ത് വരിക. കാരണം നമുക്കൊരു ഡേറ്റ ഇല്ലല്ലോ, ഡേറ്റ മിസ്സിംഗ് ആണല്ലോ. അപ്പം നമ്മൾ ഡേറ്റ സ്വന്തമായിട്ട് നമ്മൾ ഡേറ്റ കൊടുക്കരുത്. ഡോണ്ട് അസ്യൂം ജെൻഡർ, അതായത് ജെൻഡർ നിങ്ങൾ ഒരിക്കലും അസംഷൻ അതല്ലെങ്കിൽ അസ്യൂം ചെയ്യരുത്. തന്നിട്ടില്ലാത്ത ജെൻഡർ ഒരിക്കലും അസ്യൂം ചെയ്യരുത്. ഇനി കൺസിഡർ മീ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ മീ. അപ്പോൾ മീ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലി ട്രീയിൽ കോൺവെർസേഷൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാളെ നോക്കിയിട്ട് ഒരാൾ പറയുകയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് രാജേഷ് പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് രാജേഷ് പറയുകയാണ്, രാജേഷ് നമ്മളായിട്ട് എടുത്തോളൂ, നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടെന്ന് എടുത്തോളൂ, എന്നിട്ട് നമുക്ക് നമ്മളായിട്ട് കൺസിഡർ ചെയ്ത്, അതായത് കൺസിഡർ മീ അല്ലേ, നമ്മളായിട്ട് കൺസിഡർ ചെയ്ത് അത് പറയുവാണ് അല്ലെങ്കിൽ നമ്മളത് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ കൺസിഡർ മീ, നമ്മളെ തന്നെ കൺസിഡർ ചെയ്ത്, അതായത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നമ്മളായിട്ട് നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ലഭിക്കും. യൂസ് ബാക്ക് ട്രാക്കിംഗ്. അത് ചില കാര്യങ്ങളിൽ ബാക്ക് ട്രാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചിലപ്പോൾ ചില പസിലുകൾ അല്ലെങ്കിൽ ചില കോൺവെർസേഷൻ ടൈപ്പിൽ നമ്മൾ ബാക്കിൽ നിന്ന് വായിച്ച് നമുക്ക് ആൻസർ കിട്ടും. കോൺവെർസേഷൻ ടൈപ്പിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ ടു രാജേഷ്, ഹീ ഈസ് ദി സൺ ഓഫ് ദി only grandfather of his, അല്ലെങ്കിൽ only grandfather of his father, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നാൽ നമ്മൾ ബാക്കിൽ നിന്നേ വായിച്ചു വന്നാൽ അതിന് നല്ലൊരു മീനിങ് കിട്ടും. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളിൽ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതും സ്പെഷ്യലി നമ്മുടെ കോൺവെർസേഷൻ ടൈപ്പുകളിൽ നമുക്ക് ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഇത് മീനിങ് മനസ്സിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പീപ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മാറിപ്പോവരുത്. ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാളിൽ തന്നെ നമ്മൾ ആ റിലേഷൻ കൊണ്ട് എത്തിക്കണം. പിന്നെ ഡ്രോ എ ഫാമിലി ട്രീ വരച്ചു നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഒരിക്കലും മനസ്സിൽ അസ്യൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ആക്യുറസി ലെവൽ കുറയും, അതായത് നമ്മുടെ നെഗറ്റീവ്സ് വരാൻ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഫാമിലി ട്രീ വരച്ചു തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തേത്, തന്നിട്ടില്ലാത്ത ജെൻഡർ ഒരിക്കലും നിങ്ങളിട്ട് കൊടുക്കരുത്. നാലാമത്തേത്, കൺസിഡർ മീ. നമ്മളായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെ വിചാരിച്ച ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ
എളുപ്പം ആൻസർ കിട്ടും. യൂസ് ബാക്ക് ട്രാക്കിംഗ്. ചില ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് വായിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മീനിങ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇങ്ങനെ ഈ 5 ടിപ്സുകൾ വളരെ വ്യക്തമായിട്ടും ഇതിൽ നിന്ന് അറിഞ്ഞിരുന്നാൽ ഇതിനനുസരിച്ച് നിങ്ങൾ എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻസ്, അതായത് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാകാത്ത ബുദ്ധിമുട്ടാണ് പലരിലും ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ വരുന്നത്. അതിനി ഒരിക്കലും ഉണ്ടാവരുത്. ഈ രീതിക്ക് നിങ്ങൾക്ക് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യാനും ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനും വേണ്ടിയിട്ട് RRB NTPCയുടെ ഒരു പുതിയ ബാച്ച് നമ്മളിതാ ലോഞ്ച് ചെയ്യുകയാണ്. RRB NTPCയുടെ ബാച്ച് 4 ആണ്. ബാച്ച് 3 വരെ നമ്മൾ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. ഇനി ട്രാക്ക് ബാച്ചിൻ്റെ ബാച്ച് 4th ആണ് നമ്മൾ നവംബർ 28 സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 200 അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 48 ഇ-ബുക്കുകൾ അവൈലബിൾ ആണ്. 30 ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ 200 ലൈവ് ക്ലാസ് ആണ്, ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. അത് പിന്നീട് നിങ്ങൾക്ക് ഇപ്പം ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസുമായിട്ടും അവൈലബിൾ ആയിരിക്കും. ചെയ്ത് നോക്കാൻ 30 ടെസ്റ്റ് സീരീസുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ 48 ഇ-ബുക്കുകൾ എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്സ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇ-ബുക്സ് വരുന്നത്. നവംബർ 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയൽ പ്രൈസ് വരുന്നത് 2705 ആണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഓഫറും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം ഗൂഗിളിൽ പോവുക, അഡ്ഡ 24/7 മലയാളം കൊടുക്കുക. അതിൽ ആദ്യം കാണുന്ന ലിങ്കിലേക്ക് തന്നെ നമുക്ക് പോവാം. അതിൽ നോക്കിക്കേ, കണ്ടോ RRB NTPCയുടെ ട്രാക്ക് ബാച്ച് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഉണ്ട്, അതായത് 28-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 200 അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. അതായത് നിങ്ങൾക്ക് ആപ്പിനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്ത് കേരള സ്റ്റേറ്റ് എക്സാം ചൂസ് ചെയ്ത് കേരള ചൂസ് ചെയ്ത് അകത്ത് പോകുമ്പോൾ അതിൽ മൈ കണ്ടന്റ് ഉണ്ടാവും ഏറ്റവും താഴെ. ആ മൈ കണ്ടന്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പർച്ചേസിന് കോഴ്സ് ഉണ്ടാവും. ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഈ രീതിക്കാണ്. അതായത് ഇതുപോലെ ഓരോ ഫോൾഡറിലായിട്ടായിരിക്കും നമുക്ക് ക്ലാസ്സസ് കിടക്കുക. സ്റ്റാറ്റിക് GKയുടെ ക്ലാസ് ഉണ്ട്, എക്കണോമിക്സിൻ്റെ ക്ലാസ് ഉണ്ട്, മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്, ഹിസ്റ്ററി ക്ലാസ് ഉണ്ട്, അതുപോലെ റീസണിങ് ക്ലാസ്സസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സസ്, പിന്നെ സയൻസിൻ്റെ ക്ലാസ്സസ്, അങ്ങനെ എല്ലാം നമുക്ക് ഓരോ ഫോൾഡറിലായിട്ടായിരിക്കും നമുക്ക് കിടക്കുന്നത്. ഇപ്പോൾ റീസണിങ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓരോ ഫോൾഡറിൽ നമ്മുടെ ക്ലാസ്സസ് ഏതൊക്കെ ക്ലാസ്സസ് ആണോ അതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി 30 ടെസ്റ്റ് സീരീസ് നോക്കിക്കേ, കണ്ടോ 30 ടെസ്റ്റ് സീരീസ് ആണ്. അതായത് ഓരോ മോക്ക് 1 മോക്ക് 2 അങ്ങനെ നമുക്ക് 90 മിനിറ്റ്സ് വരുന്ന 100 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 48 ഇ-ബുക്കുകൾ അവൈലബിൾ ആണ്. ഈ ബുക്കിനകത്ത് ഓരോ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇ-ബുക്സ് ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം. ഡൗട്ട്സ് ഉള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തത് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ് കാണാൻ സാധിക്കും. ഒരു ഡെമോ ക്ലാസ് ഉണ്ടാവും, പ്രിവ്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ലൈവ് ക്ലാസ്സും കാര്യങ്ങളും കാണാൻ സാധിക്കും കേട്ടോ. ഇനി കുറച്ചുകൂടെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. എൻക്വയറി നമ്പറാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ടീച്ചേഴ്സിൻ്റെ പ്രൊഫൈൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ പ്രൊഫൈൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ആരൊക്കെയാണ് പഠിപ്പിക്കുന്ന ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് 2705 ആണ്. അപ്പോൾ ബൈ നൗ കൊടുക്കുക. അതിൽ Y340 കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Y340 കൊടുത്തു കഴിഞ്ഞാൽ 2245 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. ഒരു വർഷത്തെ, അതായത് 12 മാസത്തെ വാലിഡിറ്റിയാണ് ഈ ഒരു കോഴ്സിന് ഉള്ളത്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ടെസ്റ്റ് സീരീസുകൾ പ്രത്യേകിച്ച് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അത് സ്റ്റഡി മെറ്റീരിയൽസിൽ പോവാം. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ
ടെസ്റ്റ് സീരീസ്, പ്രൈം ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് നമുക്ക് എല്ലാ എക്സാമിനും വേണ്ടിയിട്ടുള്ള പ്രൈം ടെസ്റ്റ് സീരീസ് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇനി അതുകൂടാതെ നമുക്ക് ഇവിടെ കേരള ഇ ബുക്ക് നിങ്ങൾക്ക് പ്രത്യേകം മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം മേടിക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ബുക്സിന്റെ കാര്യത്തിലുണ്ട്. നമുക്ക് റെയിൽവേ NTPCയുടെ ബുക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ GK GS വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് ഏകദേശം 173, കുറച്ചും കൂടി നിങ്ങൾക്ക് വില കുറയും. Y340 SC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിലക്കുറവിൽ ഈ ഒരു ബുക്ക് കിട്ടും. ഇത് കൂടാതെ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സ് അടങ്ങുന്ന ഒരു 20 ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സ് അടങ്ങുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. അതും കൂടാതെ നമ്മുടെ RRB NTPCയുടെ CBT1 എക്സാമിന് വേണ്ടിയുള്ളൊരു ഫുൾ ടെക്സ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് Y340S ആണ് യൂസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവരൊന്ന് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ NTPCയുടെ ട്രാക്ക് ബാച്ച്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തേക്കൂ കേട്ടോ. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഒരു 10 ഡേയ്സിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് റണ്ണിങ് ആണ്. ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസ് നിങ്ങൾക്ക് 10 അവേഴ്സിൻ്റെ ക്ലാസ്സസ് ആണത് വരുന്നത്. ഒരു ഇ ബുക്കും അതിനകത്ത് അവൈലബിൾ ആണ്. 235 രൂപയാണ്. അവിടെ നിങ്ങൾക്ക് Y340 കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടെ റിഡക്ഷനിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാസ്ത്രയുടെ ബുക്കുണ്ട്. അതുപോലെ ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സ് അടങ്ങുന്ന ബുക്കുണ്ട്. കൂടാതെ RRB NTPCയുടെ CBT1 എക്സാമിൻ്റെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് Y340S കൊടുക്കാമെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു റിഡക്ഷനിൽ തന്നെ കിട്ടും. ഇത് ഏകദേശം ഒരു 300 റേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ഇതാണെങ്കിൽ ഏകദേശം ഒരു 170 ആ ഒരു റേഞ്ചിൽ കിട്ടും. എല്ലാം നമുക്കൊരു 500 റേഞ്ചിനകത്ത്, ഒരു 300-നകത്ത് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ആപ്പ് ലിങ്ക് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് സ്റ്റേറ്റ് എക്സാംസ് ലോഗിൻ ചെയ്ത് സ്റ്റേറ്റ് എക്സാംസ് കേരള എടുത്ത് നിങ്ങൾക്ക് ഡെയിലി ക്വിസുകൾ, കറണ്ട് അഫെയർ കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സും ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതുകൂടാതെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിനകത്ത് തന്നെ ഏറ്റവും താഴെ കമ്മ്യൂണിറ്റി പേജ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സിൻ്റെയും ഫോൾഡർ ഉണ്ടാവും. അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട്സുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് നമ്മുടെ ആപ്പിനകത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ അത് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു, ബൈ.